നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കലോത്സവ പൂരത്തിന് കൊടിയേറി. ഇനി 5 നാൾ കൗമാര കലാപൂരം. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരെ തെരഞ്ഞെടുത്തു. കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം ലംഘിച്ച് തീരത്തോട് ചേർന്ന് കണ്ണി വലിപ്പം കുറഞ്ഞ വലകൾ ഉപയോഗിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി. പടിയൂർ പഞ്ചായത്തിലെ കാട്ടുപന്നികളുടെ ശല്യം രൂക്ഷമായതിനെ തുടർന്ന് അംഗീകൃത ഷൂട്ടറെ ചുമതലപ്പെടുത്തി ഉത്തരവ് ഇറക്കി. വാർത്തകൾ വിശദമായി. കുണ്ടന്നൂരിൽ മാവിൻചുവട് പരിസരത്ത് പൊന്തക്കാട് വൃത്തിയാക്കുന്നതിനിടയിൽ 5 പേർക്ക് കടന്നൽ കുത്തേറ്റു. ചിരിയങ്കണ്ടത്ത് LC ലോട്ടറി വിൽപ്പന തൊഴിലാളി ഷീബ എന്നിവർക്കും ഇവരെ രക്ഷിക്കാനെത്തിയ മേക്കാട്ടുകുളം ദേവസി മകൻ ഡോൺ, വീട് നിർമ്മാണ തൊഴിലാളിയായ എരുമപ്പെട്ടി സ്വദേശി പ്രസാദ് എന്നിവർക്കുമാണ് കടന്നൽ കുത്തേറ്റത്. കടന്നൽ ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റ LC, ഷീബ, ദേവസി, ഡോൺ എന്നിവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം ലംഘിച്ച് തീരത്തോട് ചേർന്ന് കണ്ണി വലിപ്പം കുറഞ്ഞ വലകൾ ഉപയോഗിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി. തീരക്കടലിലും അഴിമുഖങ്ങളിലും വിവിധ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ KP ഗ്രേസിയുടെ നേതൃത്വത്തിൽ നടത്തിയ മിന്നൽ കോമിംഗ് ഓപ്പറേഷന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ പൊന്നാനി അഴീക്കൽ സ്വദേശി കോയാനിക്കാനകത്ത് വീട്ടിൽ നൈനാർ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ഈസാത്ത് 2 എന്ന ബോട്ടാണ് പിടിച്ചെടുത്തത്. ബോട്ടിലുണ്ടായിരുന്ന മത്സ്യം അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ പരിശീലനം ചെയ്ത തുക 8,500 രൂപ സർക്കാരിലേക്ക് കണ്ടുകെട്ടുകയും 90,000 രൂപ പിഴ ഈടാക്കുകയും ചെയ്തു. കലോത്സവ പൂരത്തിന് കൊടിയേറി. ഇനി 5 നാൾ കൗമാര കലാപൂരം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ആവശ്യത്തിന് തുടക്കം കുറിച്ച് പ്രധാന വേദിയായ സൂര്യകാന്തിക്ക് മുമ്പിൽ കലോത്സവ കൊടി ഉയർന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ NS K ഉമേഷ് കൊടിമരത്തിൽ പതാക ഉയർത്തിയതോടെ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഔപചാരിക തുടക്കമായി. മന്ത്രി K രാജൻ, P ബാലചന്ദ്രൻ MLA എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിന് ചെമ്പുക്കാവ് ഹോളി ഫാമിലി കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളുടെ ബാൻഡ് സെറ്റ് ഊർജം പകർന്നു. തൃശൂരിന്റെ സാംസ്കാരിക പൈതൃകവും 64ാം കലോത്സവവും 64 കലകളും എല്ലാം സൂചിപ്പിക്കുന്നതാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ കൊടിമരം. കാലടി സംസ്കൃത സർവകലാശാലയിലെ ശില്പകല അധ്യാപകനും ഇരിങ്ങാലക്കുട സ്വദേശിയുമായ NR യദുകൃഷ്ണനാണ് കൊടിമരം ഒരുക്കിയത്. 6 എന്ന അക്കത്തെ സൂചിപ്പിച്ച് വീണയും 4 എന്ന അക്കത്തിന്റെ പ്രതീകമായി പെയിന്റിംഗ് ബ്രഷും ആനക്കൊമ്പും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ 64 കലകളെ സൂചിപ്പിച്ച് 64 ചിലങ്കമണികൾ കൊടിമരത്തിൽ അലങ്കരിപ്പിച്ചിട്ടുണ്ട്. കലയും സാംസ്കാരികവും ഒരുമിച്ച് ചേരുന്ന ഈ കൊടിമരം കലോത്സവത്തിന്റെ ആത്മാവിനെ തന്നെ ദൃശ്യവൽക്കരിക്കുന്നതാണ്. 25 ദിവസത്തോളം എടുത്താണ് 22 അടിയോളമുള്ള കൊടിമരം നിർമ്മിച്ചത്. ADM T മുരളി, ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ PM ബാലകൃഷ്ണൻ, മുൻ മന്ത്രി VS സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കലോത്സവത്തെ താളമേളങ്ങളോടെ വരവേറ്റ് പൂരനഗരി. ഒരു നിരയിൽ പാറമേക്കാവിന്റെ മേളപ്രമാണി കിഴക്കൊട്ട് അനിയന്മാരാരും സംഘവും, മറുവശത്ത് തിരുവമ്പാടിയുടെ മേളപ്രമാണി ചെറുശ്ശേരി കുട്ടന്മാരാരും സംഘവും പാണ്ടിമേളം കൊട്ടിക്കയറുന്നതിനനുസരിച്ച് കൈകൾ വാനിലുയർന്നു താളമിട്ടു. വർണ്ണക്കുടകൾ മാറി മാറി അണിനിരന്നു. മേളം മുറുകിയതോടെ ആലവട്ടവും വെഞ്ചാമരവും വാനിലുയർന്നു. പൂരങ്ങളുടെ നാട്ടിൽ പാണ്ടിമേളവും കുടമാറ്റവും ഒരുക്കിയാണ് പൂരനഗരി സംസ്ഥാന കലോത്സവത്തെ എതിരേറ്റത്. കുട്ടികൾക്കായി ഒരുക്കിയ മേളക്കാഴ്ചയെങ്കിലും പൂരപ്രേമികളും മേളപ്രമാണികളും നേരത്തെ തന്നെ ഇടം പിടിച്ചു. മേളങ്ങളുടെ പ്രമാണിമാർ നയിച്ച പാണ്ടിമേളത്തിൽ 2 വിഭാഗങ്ങളിലുമായി 101 വാദ്യ കലാകാരന്മാർ താളവിസ്മയം തീർത്തു. കുഴലിൽ വെളപ്പായ നന്ദനനും, വീക്കം ചെണ്ടയിൽ പെരുവനും ഗോപാലകൃഷ്ണനും, ഇലത്താളത്തിൽ ഐഷാഡ് ശശിമാരാരും, കൊമ്പുവാദ്യത്തിൽ മച്ചാട് മണികണ്ഠനും മേളം നയിച്ചു. 64ാമത് കലോത്സവമായതിനാൽ 64 വർണ്ണക്കുടകൾ കുടമാറ്റത്തിൽ അണിനിരന്നു. പൂരങ്ങളുടെ നാട്ടിലെ കലോത്സവത്തിന് മേളപ്പെരുക്കത്തോടെ ആരംഭമായി.
നാട്ടികയിൽ യുവതിയെയും സുഹൃത്തിനെയും ആക്രമിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. നാട്ടിക AKG ഉന്നതി സ്വദേശി കമ്പ്രത്ത് വീട്ടിൽ അഖിലിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 10-ാം തീയതി രാത്രി 9:30ഓടെ നാട്ടിക സ്വദേശിനിയായ യുവതി സുഹൃത്തിനൊപ്പം ബൈക്കിൽ വന്നിറങ്ങിയ സമയം പ്രതി ഒരു കാരണവും കൂടാതെ യുവതിയുടെ സുഹൃത്ത് അമലിനെ മുഖത്ത് കൈകൊണ്ടിടിച്ച് പരിക്കേൽപ്പിക്കുകയും തടയാൻ ചെന്ന യുവതിയെ ലൈംഗിക ചുവയോടെ അസഭ്യങ്ങൾ പറയുകയും കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും യുവതിയുടെ ഷോൾഡറിലും നെഞ്ചിലും പിടിച്ച് തള്ളി മാനഹാനി വരുത്തിയ സംഭവത്തിലാണ് നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായി പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അഖിൽ വലപ്പാട്, കയ്പമംഗലം, മലപ്പുറം, തിരൂർ എന്നീ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 3 കവർച്ച കേസുകളിലും വധശ്രമ കേസിലും മോഷണക്കേസിലും അടിപിടി കേസിലും പൊതുസ്ഥലത്ത് ലഹരി ഉപയോഗിച്ച കേസിലും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് അറസ്റ്റ് ചെയ്ത 9 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ SHO അനിൽകുമാർ, GASI റംല, CPO സൈനുദ്ദീൻ, CPO സിയാദ് എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത അന്വേഷണ സംഘത്തിലുണ്ടായത്. പടിയൂർ പഞ്ചായത്തിലെ കാട്ടുപന്നികളുടെ ശല്യം രൂക്ഷമായതിനെ തുടർന്ന് അംഗീകൃത ഷൂട്ടറെ ചുമതലപ്പെടുത്തി ഉത്തരവ് ഇറക്കി. പടിയൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ കൃഷിനാശം വരുത്തുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്ന് ഇല്ലായ്മ ചെയ്യുന്നതിന് അംഗീകൃത ഷൂട്ടറെ ചുമതലപ്പെടുത്തി ഉത്തരവ് ഇറക്കിയതായി പടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KP കണ്ണൻ അറിയിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരെ തെരഞ്ഞെടുത്തു. UDF ഭരിക്കുന്ന കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി പഞ്ചമം, വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി മണി ഉല്ലാസ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് ചെയർമാനായി സുരേഷ് കൊച്ചുവീട്ടിൽ എന്നിവരെയാണ് തെരഞ്ഞെടുത്തത്. കയ്പമംഗലം കാളമുറിയിൽ പറമ്പിലെ പുല്ലിന് തീപിടിച്ചു. കാളമുറി സെന്ററിന് കിഴക്ക് ഭാഗത്ത് ചൊവ്വാഴ്ച വൈകിട്ട് 4:30ഓടെയാണ് സംഭവം. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ ഉണങ്ങിയ പുല്ലാണ് കത്തിയത്. ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് മോട്ടോർ പമ്പ് ഉപയോഗിച്ചും മറ്റും വെള്ളം പമ്പ് ചെയ്തും തീ അണച്ചതിനാൽ കൂടുതൽ നാശനഷ്ടങ്ങളില്ല. വാർഡ് മെമ്പർ അൻസുമോൾ, പൊതുപ്രവർത്തകരായ ഷാജി, ഷെഫീഖ്, ജംഷി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് തീ അണച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കലോത്സവ പൂരത്തിന് കൊടിയേറി. ഇനി 5 നാൾ കൗമാര കലാപൂരം. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരെ തെരഞ്ഞെടുത്തു. കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം ലംഘിച്ച് തീരത്തോട് ചേർന്ന് കണ്ണി വലിപ്പം കുറഞ്ഞ വലകൾ ഉപയോഗിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി. പടിയൂർ പഞ്ചായത്തിലെ കാട്ടുപന്നികളുടെ ശല്യം രൂക്ഷമായതിനെ തുടർന്ന് അംഗീകൃത ഷൂട്ടറെ ചുമതലപ്പെടുത്തി ഉത്തരവ് ഇറക്കി. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.